അങ്ങനെ വെള്ളവും വളവും വെയിലൊക്കെ കിട്ടിയപ്പോൾ വാഴ നല്ല ഉഷാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തോട്ടം കാണാൻ നല്ല ഭംഗിയായി കിട്ടും. അടിമുതൽ മുകളിൽ വരെ ഇല ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന ആ കാഴ്ച നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ലൈൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അത് ആന വരാതിരിക്കാനുള്ള ഇലക്ട്രിക് ഫെൻസിൻ്റെ ലൈനാട്ടോ. മുകളിലൂടെ ഒരു ലൈന് വലിച്ചു കെട്ടി ഇങ്ങനെ ലൈന് തൂക്കിയിട്ടതാണ്. അതൊക്കെ പൊളിച്ച് ആന ചിലപ്പോൾ കയറിട്ടോ. കണ്ടോ തോട്ടം എന്ത് ഭംഗിയുണ്ട്. ഇതുപോലെ നല്ല കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇങ്ങനെ കീറി ഓലായി പോകും. ഇവിടെ മഴ കുറവാണെങ്കിലും നല്ല കാറ്റുണ്ടാവും. ഏകദേശ സമയവും നല്ല കാറ്റുണ്ടാവും. ഇതുപോലെ കാറ്റടിച്ച് ഇലൊക്കെ കീറിപ്പോവും. മഴ പെയ്യുമ്പോൾ നല്ലോണം കളകൾ മുളക്കും. വാഴ വലുതാകുന്നതിനനുസരിച്ച് അടിയിൽ നിന്നുള്ള ഇലകൾ പഴുത്ത് ഉണങ്ങിപ്പോകും. അപ്പോൾ അത് മുറിച്ച് ഒഴിവാക്കും. അപ്പോൾ പിന്നെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് നമ്മളെ തോട്ടത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഫ്രണ്ട് ഭാഗം 250-300 മീറ്ററോളം റോഡ് ഫ്രണ്ടേജാണ്. ഇവിടെ ആന വരാതിരിക്കാനുള്ള ഫെൻസിൻ്റെ തൂക്കാണിത്. കമ്പികൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ചില ഭാഗത്ത് വാഴ അത്ര ഉഷാറില്ല. അപ്പുറൊരു കാല് കണ്ടില്ലേ, മോൾ ഭാഗം ഇങ്ങനെ വൈഡാക്കി കൊടുത്ത് അങ്ങനെ കുറേ കാലുണ്ട്. അങ്ങനെ മുകളിലൂടെ ഒരു ലൈൻ ഓടിക്കുക. ആ ലൈൻ വന്ന് ഇങ്ങനെ താഴോട്ട് തൂക്കിടുക ചെയ്യുക. അങ്ങോട്ടുണ്ട് കേട്ടോ വാഴ. അങ്ങനെ ആദ്യത്തെ വാഴ കൊലയിട്ടതാണിത്. ഫസ്റ്റ് വാഴ കൊല വന്നത്. തോട്ടത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ പുകയിടുന്നത് നല്ലതാണ്. അത് വാഴൻ്റെ ഈ ഉണങ്ങിയ കരിയിലകളൊക്കെ മുറിച്ച് തോട്ടത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കത്തിച്ച് പുക കൊടുക്കുക. അത് കീടങ്ങളാക്രമണത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ കൊല വെട്ടാൻ തുടങ്ങി. വാഴ കൊലച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഈ കളകൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കൊലച്ച് തുടങ്ങിയാൽ പിന്നെ കളകൾ വാഴയ്ക്ക് വലിയ ക്ഷീണമൊന്നും ചെയ്യൂല. ഈ കളകൾ മാറ്റണമെങ്കിലും നല്ല പണി വരും. അപ്പം കണ്ടില്ല നല്ല കളകളുണ്ട്. അപ്പോൾ വാഴ കൊലച്ച് തുടങ്ങിയാൽ കളകൾ വലിയ പ്രശ്നമല്ല. അങ്ങനെ കൊലകൾ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നാടൻ ഈനാട്ടോ നമ്മൾ ഇവിടെ കൃഷി ചെയ്തത്. വലിയ കൊലകൾ ഉണ്ടാവില്ല. ഒരു ആവറേജ് ഒരു 8 കിലോ 10 കിലോ. പക്ഷെ ഇത് ഭംഗിയുള്ള കായകളായിരിക്കും. നല്ല ഡിമാൻഡാണ്. ഒരു മീഡിയം കൊലകളാണ് ഉണ്ടാകുക. എപ്പോഴും നല്ല ഡിമാൻഡായിരിക്കും. പിന്നെ ഇത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് വെട്ടി തീർക്കാൻ കഴിയും. ഒരു 10-11 മാസം കൊണ്ട് നമുക്ക് ഫുള്ള് വെട്ടിയിട്ട് തോട്ടം കാലിയാക്കാൻ പറ്റും. കിൻഡലിനത്തിൽപ്പെട്ട വലിയ കൊലകൾ ഉണ്ടാകുന്നതൊക്കെ കൊലയ്ക്കാൻ തന്നെ ഒരു വർഷം എടുക്കും. നമ്മളെ മൂപ്പനാട്ടോ കൊലകൾ അടക്കി വെക്കുന്നത്. ഏകദേശം ലോഡ് ഫുള്ളായി. ആ ലോഡ് ഫുള്ളാക്കി അവർ പോയി. പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചെണ്ണം മൂത്ത് പാകമായതുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു. അങ്ങനെ അവർ പിന്നെ വന്ന് വെട്ടുന്നതാണിത്. ഇതൊന്നും നമ്മൾ യൂട്യൂബിലിടണം എന്ന് വിചാരിച്ചെടുത്ത വീഡിയോകളല്ല കേട്ടോ. കാരണം പിന്നീടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ലോറിയിലുള്ളത് അവർ വേറെ എവിടുന്നോ കയറ്റി വന്നതാണ്. നമ്മളിത് വെട്ടിയത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ കൊലകൾ തൂക്കുന്നത്. ഒരു 3 കാലിങ്ങനെ വൈഡാക്കി വെച്ച് അതിൻ്റെ നടുക്ക് തുലാസ് തൂക്കിയിട്ട് ആ തുലാസിൻ്റെ താഴോട്ട് ഉള്ള കയറിൽ കൊലകൾ ഇങ്ങനെ അടുക്കി വെക്കുക. 10 കൊല 12 കൊല വരെയൊക്കെ ഒരേ സമയത്ത് തൂക്കും. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം. ബാക്കി വിശേഷങ്ങളുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക്സ്.